ഇടുക്കി ജില്ലയെയും തമിഴ്നാടിനെയും തമ്മിൽ കുറഞ്ഞ ദൂരത്തിൽ ബന്ധിപ്പിക്കുന്ന നെടുങ്കണ്ടം തേവാരം റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ജനകീയ മുന്നേറ്റത്തിന്റെ ഭാഗമായി ഇടുക്കി തേനി എംപിമാർ തേവാരം മെട്ടിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. നെടുങ്കണ്ടം തേവാരംമെട്ടിൽ നിന്ന് 7 കിലോമീറ്റർ സഞ്ചരിച്ചാൽ തേവാരത്തെത്താൻ കഴിയുന്ന പാത വർഷങ്ങളായി അടഞ്ഞുകിടക്കുകയാണ്. തമിഴ്നാട് വനമേഖലയിൽ ഉൾപ്പെടുന്ന ഭാഗം വനംവകുപ്പ് അടച്ചതോടെയാണ് ഗതാഗതം തടസ്സപ്പെട്ടത്. മുൻപ് ജീപ്പ് സവാരി നടത്തിയിരുന്ന റോഡ് അറ്റകുറ്റപ്പണി നടത്തിയാൽ ഗതാഗത യോഗ്യമാക്കാനാകും. പാത തുറക്കണമെന്നാവശ്യപ്പെട്ട് ഇരു സംസ്ഥാനങ്ങളിലും ജനകീയ സമിതികൾ എംപിമാരെ സമീപിച്ചിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ജനപ്രതിനിധികളുടെ കൂടിക്കാഴ്ച. തേനി എംപി തങ്കത്തമിഴ് സെൽവന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരും നാട്ടുകാരും ഉൾപ്പെടെ 300ഓളം പേർ തേവാരത്ത് നിന്ന് വനത്തിലൂടെ കാൽനടയായാണ് തേവാരംമെട്ടിലെത്തിയത്. தேவாரத்திலிருந்து உடுப்பஞ்சோலை வரதா இருந்தா 80 கிலோமீட்டர் சுத்தி வரணும். இந்த ரூட்ல சாக்குளூத்து மெட் ரூட்ல வந்துட்டா 7 கிலோமீட்டர்ல வந்துடலாம். ஃபாரஸ்ட் வந்து ஆல்ரெடி 2 மீட்டர் வாக்கிங் பாத் அலோவ் பண்ணிருக்கு. எனக்கு தேவை இப்ப 8 மீட்டர். ஈஸியா வந்து ரோடு அப்ரோச் பண்ணலாம். വിത്തിൻ ഇയറിൽ அந்த റോഡ് പോട് മുടിക്കണം. തമിഴ്നാട് സംഘത്തെ ഡീൻ കുര്യാക്കോസ് എംപിയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. ഇതൊരു പുതിയ ചരിത്രമാണ്. 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഇഴമുറിയാത്ത ബന്ധത്തിന്റെ പ്രതീകമാണ്. തമിഴ്നാടും കേരളവും ഒരമ്മ പെറ്റ സഹോദരന്മാരെ പോലെ എല്ലാ കാര്യങ്ങളിലും ബന്ധപ്പെട്ട് നിൽക്കുന്ന 2 നാടാണ്. പാത യാഥാർത്ഥ്യമായാൽ ഇടുക്കിയുടെ വ്യാപാര, വാണിജ്യ, ആരോഗ്യ, ടൂറിസം രംഗങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും. കേരളത്തിലെ കഴിഞ്ഞ പല ഉൽപ്പന്നങ്ങളും നമുക്ക് ആവശ്യമുള്ളത് തമിഴ്നാട്ടിലാണ്. കുറച്ച് ഇതൊക്കെ വാങ്ങണം. നമുക്ക് എത്തിപ്പെടാനുള്ള ഇപ്പോഴത്തെ ദൂരം കുറയണം. അതിന് ഏറ്റവും സഹായിക്കുന്നതാണ് ഈ പുതിയ റോഡ്. തമിഴ്നാട്ടിൽ നിന്ന് ജില്ലയിൽ ജോലിക്കെത്തുന്ന 100 കണക്കിന് തൊഴിലാളികളുടെ യാത്രയ്ക്കും പുതിയ പാത സഹായകരമാകും. തേനി മെഡിക്കൽ കോളേജിലേക്കുള്ള ദൂരം 30 കിലോമീറ്ററിലധികം കുറയും. ശബരിമല തീർത്ഥാടകർക്കും ഇത് ഗുണകരമാകും. മീഡിയ 1 ഇടുക്കി.